നിരവധി അനവധി ഫാമിലി കേസുകൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിഭാഗമായാലും മാധ്യഭാഗമായിരുന്നാലും കൈകാര്യം ചെയ്യുന്ന എനിക്ക് നന്നായിട്ടറിയാം ഈ പോലീസ് ഫയൽ ചെയ്യുന്ന 90% 498A കേസുകളും വ്യാജമാണ്. കുറച്ച് നാൾ മുമ്പ് ഇതൊന്നും അല്ല സ്ഥിതി. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മയമുണ്ടെന്ന് പറയാം. മുമ്പ് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വാഭാവികമായിട്ടും വർഷങ്ങളോളം അല്ലെങ്കിൽ പോട്ട് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ താമസിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് ആണും പെണ്ണും 2 വർഗത്തിലുള്ളവരാണ്, രണ്ടുപേരും 2 കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. സ്വാഭാവികമായിട്ടും സ്പർദ്ധ ഉണ്ടാവും, ബഹളം ഉണ്ടാവും, സ്നേഹമുള്ളിടത്തെ ഈ വഴക്കുണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പ്രശസ്ത സിനിമ ഡയലോഗ് ആകുമ്പോൾ ഫാമിലി ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും എന്നൊക്കെ പറയണ പോലെ അങ്ങനെയുള്ള ചെറിയ തട്ടലോ മുട്ടലോ പൊട്ടിച്ചിട്ടലോ ഒക്കെ വരുമ്പോൾ ഈ ഭാര്യയെ എടുത്ത അമിതമായിട്ട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഭാര്യ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഒരു തള്ളു കൊടുക്കുകയോ അല്ലെങ്കിൽ അടിക്കാൻ ഓങ്ങുകയോ ചെയ്യുമ്പോൾ ഇവൾ പെട്ടെന്ന് പോലീസിനെ വിളിക്കുന്നു. എന്നെ ഭർത്താവ് ഇതാ തല്ലിക്കൊല്ലുന്നേ, ഓടി വായോ എന്ന് പറയുന്നു. പോലീസ് 2 വണ്ടിയിൽ ഒരു ലോറി കിട്ടുമെങ്കിൽ അതിലും പിടിച്ച് കുറേ പോലീസ് പടകളുമായിട്ട് വന്ന് വീട് വളയുന്നു. ഏതോ ഒരു വലിയ തീവ്രവാദിയെ തൂക്കിക്കൊണ്ടു പോകുന്ന പോലെ അവനെ എടുത്ത് പോക്കി ലോക്കപ്പിൽ ജട്ടിയിൽ നിർത്തുന്നു. എന്നിട്ട് 24 മണിക്കൂറിന് മുമ്പേ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് ഇവ ഏതോ തീവ്രവാദി എന്നും പറഞ്ഞിട്ട് അവനെ പെട്ടെന്ന് ജാമ്യാപേക്ഷ പോലും കേൾക്കാതെ ലോക്കപ്പിലിടുന്നു. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അത് സാധാരണ കേസുകളല്ലേ പറഞ്ഞു. താങ്കളുടെ മുമ്പിൽ വന്നിട്ടുള്ള നിരവധി കേസുകളിൽ അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞ തട്ടലും മുട്ടലും പൊട്ടലുണ്ടായിട്ടുണ്ട് കുട്ടിക്ക്. തട്ടലും മുട്ടലും പൊട്ടലുണ്ടായത് കഴുത്തിൽ കയർ മുറുക്കിയ പാടുണ്ടായിരുന്നു. മൂക്കിൽ നിന്ന് രക്തം വന്നതിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നു. ഈ കല്യാണം കഴിഞ്ഞ് അടുക്കള കാണാൻ പോയ അച്ഛനും അമ്മയും ഒക്കെ ഇതൊക്കെ കണ്ടാ സഹിക്കോ? അപ്പൊ അവര് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞതാണ് ഇതെല്ലാം. പറഞ്ഞിട്ടിപ്പോ മാറ്റി പറഞ്ഞല്ലോ. അതാണ് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തില് ഒരു കേസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വേറെ അന്വേഷണം ഒന്നുമില്ല. മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്തെങ്കിൽ അന്വേഷണം തുടങ്ങി 2 ദിവസം ആകുമ്പോൾ തന്നെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ കേസ് അവസാനിപ്പിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ എടുത്തുള്ളൂ. മൊഴി മാറ്റി പറയുകയാണെങ്കിൽ അത് തിരിച്ചെടുക്കണം. കാരണം പരാതിക്കാരിക്ക് കേസില്ലെങ്കിൽ പിന്നെ ലോകത്തിന് ആർക്കാണ് കേസ്? ഈ വെടി വെച്ചവനും കേസില്ല, വെടി കൊണ്ടവനും കേസില്ല, ദൂരെ ഒന്ന് ഒച്ച കെട്ടവനാണ് കേസെന്ന് പറയണ പോലെ ആയിപ്പോ. അതായത് അവര് പറഞ്ഞു എന്നെ ഉപദ്രവിച്ചു എന്നു, ഇപ്പൊ പറയുന്നു ഞാൻ പറഞ്ഞൊക്കെ കള്ളമായിരുന്നു. വീട്ടിൽ ഉപദ്രവിച്ചില്ലെന്ന് പറയുന്നില്ല, ഉപദ്രവിച്ചോട്ടെ, പക്ഷെ അത് സ്നേഹത്തിന്റെ പുറത്താണെന്നൊക്കെയുള്ള രീതിയിലാണ് കുട്ടി പറയുന്നത്. എനിക്ക് സ്നേഹത്തിന്റെ പുറത്തുള്ള ഉപദ്രവം ഒരിക്കലും അതൊരു കേസാക്കാൻ പറ്റിയ ഒരു സംഭവമല്ല. ഞാൻ പറയണല്ല, സുപ്രീം കോടതി ഈ അടുത്ത കാലത്ത് 498A കേസുകൾ കോഷ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള നിയമം ദുരുപയോഗം ചെയ്യുന്ന കണ്ടെത്തിയിട്ട് സുപ്രീം കോടതി റൂളിംഗ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വഴക്കോ ചെറിയൊരു അടിയോ അല്ലെങ്കിൽ ഉന്തും തള്ളും ഒന്നും 498A കേസിൽ വരത്തില്ല. നിരന്തരമായിട്ട് ഒരു ഉപദ്രവം ഉണ്ടാകണം, അതിന് മെഡിക്കൽ എവിഡൻസ് ഉണ്ടാവണം, അതിന് അതായത് ഒരു വേഗമായിട്ട് എന്നെ കുറേ നാളായിട്ട് എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മിക്ക 498 കേസിൽ FIR. പക്ഷെ അതൊന്നും പറ്റില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമായിട്ട് പറയുന്നു. എവിഡൻസ് സ്റ്റേജിൽ ഇതൊന്നും ഭർത്താവിനെ ശിക്ഷിക്കാനുള്ള കാര്യമല്ല, ബിഗിനിങ് തന്നെ കോഷ് ചെയ്യാനുള്ള ഗ്രൗണ്ടാണ്. മെഡിക്കൽ എവിഡൻസ് ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു ആരോപണമില്ലാതെ ഡേറ്റ് ചെയ്ത് ടൈം ചെയ്ത് എവിടെ വെച്ച് അല്ലെങ്കിൽ മെഡിക്കൽ എവിഡൻസ് ഇതൊന്നും ഇല്ലാതെ ഒരു 498A മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് ദീപക് പറയുന്നത് ഈ പയ്യൻ ഊരിപ്പോരുമെന്നാണോ? ഊരിപ്പോയെന്നല്ലോ അല്ല, പക്ഷെ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഫ്രണ്ടിലത്തെ പാർട്ട് ഇളകിപ്പോയി, വണ്ടിയുടെ ഫ്രണ്ട് ഇഞ്ചിൻ മാത്രം ഓടിക്കൊണ്ടിരിക്കും, വണ്ടി സാധനമ്പോൾ അവിടെ തന്നെ നിൽക്കും. അതുപോലെയാണ്. അതായത് 482 CRPC പ്രകാരം ഈ FIR കോഷ് ചെയ്യാനുള്ള അധികാരം ഡിസ്ക്രിഷണറി പവർ ഹൈക്കോടതിക്കുണ്ട്. അത് 2 രീതിയിൽ ചെയ്യാം. ഈ FIR എന്ന് പറയുന്നത് ഒരു വിധത്തിലും പ്രൈമ ഫേസി കേസെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ ഇതിലൊരു കേസെടുക്കാൻ പറ്റാത്ത മൊഴിയോ ഉണ്ടെങ്കിൽ കോടതിക്ക് ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ എതിർ കക്ഷിയുടെ ഭാഗം, അതായത് വാദി ഭാഗം കേൾക്കാതെ കോഷ് ചെയ്യാം. രണ്ടാമത് വാദിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അപ്പോഴത്തെ ഒരു സ്പർദ്ധയിൽ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വിട്ടിട്ട് കഴിഞ്ഞാൽ കോടതി പരിഗണിച്ചിട്ട് അവർക്കില്ലാത്ത പരാതി കോടതിക്കോ ജുഡീഷ്യറിക്കോ പോലീസിനോ ഇല്ലല്ലോ. അത് കോഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അത് കോഷ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഡിഫാക്ടോ കംപ്ലൈന്റിന് കേസില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും കോടതി തയ്യാറാവില്ല. എനിക്കതിൽ